ഇന്നലെകളെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രത്തിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും എഴുതപ്പെട്ട ചരിത്രങ്ങൾ പഠനങ്ങൾക്ക് വിധേയമാകുമ്പോൾ വീണ്ടും തിരുത്തിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം തിരുത്തേണ്ട സാഹചര്യമുണ്ടെന്ന് നമ്മളോട് പറയുകയാണ് ചരിത്രകാരനായ തിരൂർ ദിനേശ്. മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ അനേകമുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്മാരകങ്ങളായി അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനങ്ങളല്ല യഥാർത്ഥ മാമാങ്ക സ്മാരകങ്ങളാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേരാം. എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങ് കണ്ടെത്തിയിരുന്നത്? 2003 മലപ്പുറം ജില്ലാ കലക്ടറുടെ കത്ത് പ്രകാരം സംസ്ഥാന പുരാവസ്തു വകുപ്പ് അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം പഴശ്ശിരാജ മ്യൂസിയം ഹയർ ഗ്രേഡ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആണ് തിരുനാവായയിൽ 2003 മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ചൊരു പഠനം പുരാവസ്തു വകുപ്പ് നടത്തുന്നത്. അങ്ങനെയാണ് മണിക്കിണർ, മരുന്നറ, അതുപോലെ ചങ്ങമ്പള്ളിക്കളരി, പഴുക്കാവ് മണ്ഡപം, നിലപാട് തറ, ഇങ്ങനെ ഈ 5 സ്മാരകങ്ങളാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് തിരുനാവായിലെ സ്മാരകങ്ങൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയ സ്മാരകങ്ങൾ അതല്ല എന്നാണ് അങ്ങ് പറയുന്നത്. നിലപാട് തറയുടെ ചരിത്രം എന്താണ്? നിലപാട് തറയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിലപാട് തറയല്ല, അവിടെയല്ല യഥാർത്ഥത്തിൽ സാമൂതിരിപ്പാട് നിലപാട് നിന്നിരുന്നത് അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് തിരുനാവായ അമ്പലത്തിൻ്റെ പൂർണ്ണഭാഗത്ത് തെക്ക് ഭാഗത്ത് ഭാരതപ്പുഴയോട് ചേർന്നിട്ട്. ഇവിടെ ഒരു വാൾപ്പറമ്പ് എന്ന് പറമ്പുണ്ട്. വാൾപ്പറമ്പ് എന്നാണ് ഇപ്പോൾ രേഖയിൽ കാണാം. വാൾപ്പറമ്പ് വാൾനമ്പിമാരെ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ്. അവിടെയായിരുന്നു നിലപാട് തറ ഉണ്ടായിരുന്നത്. വാൾനമ്പിമാരുടെ ആ ഒരു കാലം കഴിഞ്ഞ ശേഷമാണ് ചേരമാൻ പെരുമാൾക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നിലപാട് തറ ഉണ്ടായിരുന്നത്. അന്ന് നിലപാട് തറയിൽ ഉണ്ടായിരുന്ന ആ നിലപാട് തറയിൽ കളിച്ചിരുന്ന ആളുകൾ ഇന്നും തിരുനാവായയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രായമുള്ള ആളുകൾ അന്ന് കുട്ടിക്കാലത്ത് അവർ കളിച്ചിരുന്നു. ഈ മാമാങ്കൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം തിരുനാവായ തളി മഹാദേവ ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ നിലപാട് തറ. തളി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും അതുപോലെ തന്നെ തീർത്ഥക്കിണറും വളച്ചു കെട്ടി ഒരു തറയുണ്ടാക്കി ഇവിടെയാണ് സാമൂതിരി രാജാവ് നിലപാട് നിന്നിരുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. പുരാവസ്തു വകുപ്പ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ലോക്കൽ ട്രഡീഷനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏറ്റെടുത്തതിന് ശേഷം അത് വളച്ചു കെട്ടി ഇത് ജനങ്ങൾ വളരെയധികം തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിലപാട് തറ പരിശോധിച്ചാൽ അറിയാം, അതിൻ്റെ മീതെ വട്ടത്തിലുള്ള പീഠം കാണാം. കേരളത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പീഠമാണത് ശിവക്ഷേത്രത്തിൽ. ആ പീഠത്തിൻ്റെ നടുവിൽ 2 കഷ്ണമാക്കിയ ശിവലിംഗത്തിൻ്റെ പാതി ഭാഗം ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിൻ്റെ താഴെ ശ്രീകോവിൽ പാളികൾ കാണാം. ഇതെല്ലാം പുരാവസ്തു വകുപ്പ് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കണ്ടെത്തിയിട്ടും ഇവിടെയാണ് നിലപാട് തറ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരിനെയും പുരാവസ്തു വകുപ്പ് അധ്യക്ഷനെയും അതുപോലെ തന്നെ DTPCയെയും പ്രതിയാക്കി ഞാൻ 2021 തിരൂർ മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിക്ലറേഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൽ സംസ്ഥാന സർക്കാർ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഡിക്ലറേഷൻ റദ്ദാക്കുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് യാതൊരു ആക്ഷേപവുമില്ല. വൈകാതെ ആ നിലപാട് തറയല്ല എന്നത് ഡിക്ലറേഷൻ കോടതി ഉത്തരവ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടേക്ക് ആർക്കും പോകാൻ കഴിയാത്ത രീതിയിൽ ഗേറ്റൊക്കെ പൂട്ടിക്കിടക്കുകയാണല്ലോ. ആർക്കും പ്രവേശിക്കാനുള്ള സാഹചര്യം കൂടി അവിടെ ഇല്ല. അത് സ്വകാര്യ വ്യക്തികളുടെ കൈവശത്തിലാണ് ആ ഭാഗത്തായിട്ട് ഇപ്പോൾ രേഖയുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു പ്ലാൻ കാണിച്ചു തരാം. ആ പ്ലാൻ പൂർണ്ണമായിട്ടും റീസ 36 1B 2B ഒക്കെയാണ്, കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അത് പൂർണ്ണമായും തളി ശിവക്ഷേത്ര ഭൂമിയാണ്. ഇത് സർക്കാർ മറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭൂമാഫിയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല ഭാഗത്തും കഷ്ണം മുറിച്ച് പോയി മിച്ചഭൂമിയായിട്ട് ഏറ്റെടുത്ത് കുറേ ആൾക്കാർക്ക് പട്ടയം കൊടുത്തു. വലിയൊരു പ്രശ്നം. മണിക്കിണറായിട്ട് അടയാളപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ ചരിത്രം എന്താണ്? ശരിക്കും മണിക്കിണറാണോ അത്? മണിക്കിണറിൻ്റെ പേര് മണിക്കിണർ തന്നെ ആയിരിക്കാം. പക്ഷേ മണിക്കിണറും മാമാങ്കവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് 1835 വാഷിങ്ടണിലെ ഗണിതശാസ്ത്ര പണ്ഡിതൻ വെട്ടത്ത് നാട്ടിലെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരെ കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനപ്രകാരം വെട്ടത്ത് നാട്ടിൽ ജീവിച്ചിരുന്ന ഗണിതശാസ്ത്ര പണ്ഡിതന്മാരുടെ നിരീക്ഷണശാലയായിരുന്നു ആ കിണർന്ന്. ആകാശഗോളങ്ങളുടെ സഞ്ചാരഗതി കണ്ടെത്തിയിട്ടാണ് വടശ്ശേരി പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചത്. അപ്പോൾ വലിയൊരു കിണർ ഇപ്പോഴും ഒരു കലം വെച്ച് കഴിഞ്ഞാൽ ആകാശം നമുക്കിൽ കാണാം. ആ രീതിയിൽ നിർമ്മിച്ച കിണറാണ് എന്ന് 1835 ഡോക്ടർ ചാൾസ് ഫിഷ് പറയുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചാവേറുകളുടെ ജഡം ചവിട്ടി താഴ്ത്തിയെന്ന. എന്നാൽ ചാവേറുകളെ സംസ്കരിച്ച സ്ഥലം 3/4 കിലോമീറ്ററും നീളത്തിൽ
ഭാരതപ്പുഴയോരത്ത് ഇപ്പോഴുമുണ്ട്. അതിന് ചൂടുപറമ്പ് എന്നാണ് ആ സ്ഥലത്തിന് പറയുക. അവിടെയാണ് ചാവേറുകളെ സംസ്കരിച്ചിട്ടുള്ളത്. ഉത്ഖനനം ചെയ്തല്ല ഈ അസ്ഥി കഷ്ണങ്ങൾ പോലും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല അതിനെ തുടർന്ന് ഈ ചാവേറുകളെ സംസ്കരിച്ചതിന് ശേഷം അതിനെ തുടർന്ന് അവിടെയുള്ള ആളുകൾ ആ ഭാഗത്ത് ശവം വയ്ക്കാൻ തുടങ്ങി. അടുത്ത കാലത്താണ്, കുറച്ചു കാലം മുമ്പാണ് അത് നിരോധിച്ചത്. അപ്പോൾ ചാവേറുകളെ അവിടെ അല്ല സംസ്കരിച്ചത്. ഇപ്പോൾ അടയാളപ്പെടുത്തിയ മണിക്കിണറല്ല അല്ല 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 മറ്റൊന്ന് പഴുക്ക മണ്ഡപമാണ് അല്ലേ? പഴുക്ക മണ്ഡപം അത് മാമാങ്കവുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലും ബന്ധപ്പെടുത്താനാവാത്ത ഒരു സ്മാരകമാണ്, ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ പുറത്താണെന്ന് തോന്നും, ഉള്ളിൽ നോക്കിയാൽ ഉള്ളിലാണെന്ന് തോന്നും. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു പഠനം കൂടുതൽ നടത്തേണ്ടതുണ്ട്. ക്ഷേത്രത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ ഇത് അതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തിരുനാവായ വലിയ തേവർ എന്ന് പറയുന്നത് നവാമുകുന്ദനല്ല. കല്ലാറ്റ് കുറുപ്പന്മാരുടെ തോറ്റൻപാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ തിരുനാവായ വലിയ തേവർ തിരുനാവായ തളി മഹാദേവനാണ്. ഈ തളി മഹാദേവ് 12 കാലം പാല് കുടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു തോറ്റൻപാട്ടുണ്ട് ഈ തളി മഹാദേവനെ കുറിച്ച്. ആ ഒരു കാലഘട്ടത്തിൽ വൈഷ്ണവ ശൈവ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഈ തർക്കത്തിനെ പരിഹരിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ്. അങ്ങനെയാണ് നമുക്ക് ശങ്കരനാരായണ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മാമാങ്ക കാലത്ത് ആറാട്ടം നടന്നിരിക്കാം. അങ്ങനെ ഈ ആറാട്ടിൻ്റെ സമയത്ത് തളി മഹാദേവനെ വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. കാരണം വിഷ്ണു ശിവനെ സ്വീകരിച്ചിട്ടുമില്ല, എന്നാൽ പുറത്താക്കിയിട്ട് ഒരു ഔട്ട് ഹൗസ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ടിയിരുന്നത്. അയ്യോ, അത് പരമാബദ്ധമാണ്, തെറ്റാണ്. ഈ രീതിയിൽ തെറ്റായ ചരിത്രം പഠിപ്പിക്കരുത്. പക്ഷെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം. അത് ദേവസ്വം പോലും അതിനെ അംഗീകരിച്ചതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അവിടെ കുറേ ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ വലിയൊരു ചരിത്രം, ഒരു സംസ്കാരം, ഒരു വിശ്വാസം എല്ലാം തകർന്നടിയുക. ഒപ്പം തന്നെ മരുന്നറ എന്ന് കരുതുന്ന സ്ഥലത്തിന് മറ്റൊരു ചരിത്രമാണുള്ളതാണ് അല്ലേ? മരുന്നറയെക്കുറിച്ച് പറയുന്നത് ഈ മാമാങ്ക കാലത്ത് ചാവേറുകൾക്ക് മാമാങ്ക കാലത്ത് സാമൂതിരിയുടെ ഭടന്മാർക്ക് പരുക്ക് പറ്റിയാൽ ആ പരുക്ക് പറ്റുന്ന ഭടന്മാരെ ചികിത്സിക്കാനുള്ള മരുന്ന് വെച്ച സ്ഥലമാണെന്നാണ്. അതൊന്ന് പോയി കാണണം. അത് മരുന്ന് എന്തിനാ ഭൂമിക്കടിയിൽ മരുന്ന് സൂക്ഷിക്കുന്നത്? ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിലെ ചപ്പാരപ്പടവ് എന്ന് പറയുന്ന വില്ലേജിൽ ഒരു വനപ്രദേശത്ത് ഞാൻ 5 മുനിയറകൾ കണ്ടെത്തി. മുനിയറയാണത്. ഈ മുനിയറകൾ 5ഉം ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. അന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു മുനിയറകൾ കണ്ടെത്തിയത്. അതിൽ ഒരു സെയിം ആയിട്ടുള്ള ഒരു മുനിയറയാണത്. എന്തുകൊണ്ടാണ് മുനിയറ എന്ന് പറയാതെ മരുന്നറ എന്ന് പറയാൻ കാരണം, എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് പറയാം, ഇതിന് മതേതരത്വം തകരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്താ കാരണം? ഇത് വരുമ്പോൾ മാർക്കണ്ഡേയൻ്റെ കഥ പറയേണ്ടി വരും, ബ്രഹ്മർഷിയുടെ കഥ പറയേണ്ടി വരും. അപ്പോൾ ആളുകൾ പറയും അത് വേറെ ചിത്രം മാറിയിരിക്കുന്നു എന്ന് പറയും. അത് വരാതിരിക്കാനാണ് ഇത് മരുന്നറ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ചങ്ങമ്പുള്ളിക്കളരി മാത്രമേ ഉള്ളൂ മാമാങ്കത്തിൻ്റെതായ ഒരു സ്മാരകമായിട്ട് അവിടെ വെച്ചു അങ്ങനെ പറയാം. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒന്നും കൂടി ഉണ്ട്, 2 ഉണ്ട്. ഒന്ന് പുരാവസ്തു വകുപ്പ് കണ്ടിട്ടേ ഇല്ല. ഒന്ന് വീരരായൻ ചിറ, ബീരാഞ്ചിറ. അതിനൊരു പുതിയ ചരിത്രം ഉണ്ടാക്കി. ബീരാൻ എന്ന് പറയുന്ന ഒരു സാമൂതിരിക്ക് ബീരാൻ എന്ന് പറയുന്ന ഒരു ഭടനുണ്ടായിരുന്നു. ഒരു മാമാങ്ക കാലത്ത് ബീരാൻ എന്ന സൈന്യാധിപനാണ് ഇത് നിർമ്മിച്ചെന്ന. എൻ്റെ വീടിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്തൊരു വടക്ക് ഭാഗത്തൊരു വീടുണ്ട്. ആ വീടിൻ്റെ ആധാരം രജിസ്റ്ററാക്കി കൊടുത്തത് സാമൂതിരി വീരരായൻ രാജാവാണ്. വീരരായൻ എന്ന് പറയാം, കുന്നലക്കോനൻ എന്ന് പറയാം, സാമൂതിരി താമൂതിരി, ഇതെല്ലാം നമ്മുടെ സംജ്ഞയാകുന്നു എന്ന് സാമൂതിരിയുടെ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ വീരരായൻ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച ചിറ വീരരായൻ ചിറയായി, ബീരാഞ്ചിറയായി. ഇന്ന് ചരിത്രം പറയുന്നത് ബീരാൻ എന്ന് പറയുന്ന ആൾ നിർമ്മിച്ച ചിറയാണ്. അപ്പം അത് പരിശോധിക്കേണ്ടതായിരുന്നു, അത് സംരക്ഷിക്കേണ്ടതായിരുന്നു. പുരാവസ്തു കണ്ടെത്തിയില്ല. രണ്ടാമത്തെ ഒന്ന് കൂരിയാലാണ്. കൂരിയാൽ ചുവട് നമ്മൾ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു ആല് കാണാം. ആ ആല് മാമാങ്ക സ്മാരകമാണ്. അതിൻ്റെ ചുവട്ടിൽ വെട്ടത്ത് രാജാവിന് ഒരു നിലപാട് തറ ഒരുക്കുന്നതായിട്ട് രേഖയിൽ പറയുന്നുണ്ട്. അതുപോലെ അവിടെ കുറേ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇത് രണ്ടും സംരക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചെങ്ങമ്പള്ളി കളരിയും മാമാങ്ക സ്മാരകത്തിലായിട്ട് നമുക്ക് പെടുത്താം. കോടതി തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ച് ഒരു പുനഃപരിശോധന നടത്തണം. അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ നമ്മൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ഇന്ന് സംരക്ഷിക്കുന്ന മാമാങ്ക സ്മാരകങ്ങൾ ഒന്നും മാമാങ്ക സ്മാരകങ്ങളിൽ ഇതേ രീതി തുടർന്നു പോയാൽ ഒരു തലമുറ വലിയൊരു അബദ്ധം, തെറ്റ് പഠിക്കും. അത് നമ്മളെ കേരളത്തിൽ അങ്ങനെ തെറ്റായ ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തിരൂർ ദിനേശ് അദ്ദേഹം നടത്തിയ
ചരിത്ര ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പലതും കോടതിയുടെ മുമ്പിലാണ്, സർക്കാരിൻ്റെ മുമ്പിലാണ്. എന്തിനാണെങ്കിലും ഇതിലെല്ലാം എന്ത് തീരുമാനമായിരിക്കും അധികൃതർ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് യഥാർത്ഥ സ്മാരകങ്ങളാണോ, അതിൻ്റെ ചരിത്രം ഒന്നുകൂടി കൃത്യമായി പഠിച്ച് അതിനെക്കുറിച്ച് ഒരു പിന്മുറയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജിഷാദ് വളഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.